ഹായ് ഓൾ, വെൽക്കം ടു ഹേസന. കഴിഞ്ഞ ആഴ്ച ഞാനൊരു തമിഴ് സിനിമ കാണാനിടയായി. യൂത്ത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ തോന്നി. അത് നിങ്ങളോടൊന്ന് പങ്കുവെക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. സോ വിമർശനങ്ങളും സപ്പോർട്ടുകളും ഉണ്ടാവാം. കമന്റിൽ നിങ്ങൾക്ക് അത് അറിയിക്കുകയും ചെയ്യാം. ആൻഡ് ഇതൊരു സിനിമ റിവ്യൂ അല്ല. സിനിമ ഇൻഡസ്ട്രി ഇപ്പോഴും ഫെയർ സ്കിന്നിന്റെ പുറകെയാണോ? 3 നായികമാർ ഉണ്ടാവണം, അവർ ഫെയർ സ്കിൻ ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന നായകന്മാർ, ഡയറക്ടർമാർ ഈ കാലഘട്ടത്തിലും ഈ സൊസൈറ്റിയിൽ ഉണ്ടോ? സിനിമ നായികയാവാൻ കളർ ഒരു മാനദണ്ഡമാണോ? നമുക്ക് ഡീറ്റെയിൽ ആയി പരിശോധിക്കാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. കുറേ കാലങ്ങളായി ഏത് സിനിമ ഇൻഡസ്ട്രി എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഹീറോയിൻ എപ്പോഴും നല്ല മിൽക്ക് വൈറ്റ് കളറുള്ള പെൺകുട്ടികളായിരിക്കും. എക്സെപ്ഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് ഒരു മെജോറിറ്റി സിനിമകളെ കുറിച്ചാണ്. നമുക്ക് ചുറ്റുമുള്ള സാധാരണ സ്കിൻ ടോണുള്ള ആൾക്കാരെ സിനിമയിൽ നടിമാരായി കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു കൺസെപ്റ്റിൽ തന്നെ കുറേ മാറ്റങ്ങൾ കാലങ്ങളായി വന്നിട്ടുണ്ട്. ആൻഡ് മലയാളം ഇൻഡസ്ട്രിയിൽ ഇതിന് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ യൂത്ത് കണ്ടപ്പോൾ 24 വയസ്സുള്ള ഒരു ഡയറക്ടർ ഇങ്ങനെ ചെയ്തത് കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. എന്തുകൊണ്ടാണ് ബ്യൂട്ടി എന്നാൽ അത് വെളുപ്പ് മാത്രമാണെന്ന ധാരണ ഇൻഡസ്ട്രികളിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്? യൂത്ത് സിനിമയുടെ പ്രൊമോഷൻ്റെ സമയത്ത് ഇതിലെ ഹീറോയും ഡയറക്ടറുമായ കെൻ ഇൻ്റർവ്യൂകളിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. കെന്നിൻ്റെ സ്കിൻ ടോണുള്ള കുറേ നടിമാരെ അവൻ അന്വേഷിച്ചെന്നും പിന്നെ കുറേ പോപ്പുലറായ നടിമാരോട് സംസാരിച്ചെന്നും ആരും തൻ്റെ കൂടെ അഭിനയിക്കാൻ താല്പര്യപ്പെട്ടില്ലെന്നുമൊക്കെയാണ് അവൻ പറയുന്നത്. ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ തമിഴ്നാട്ടിലെ മേജർ സ്കിൻ ടോൺ ആയിട്ടുള്ള ഡാർക്ക് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു കുട്ടിയെയും കിട്ടിയില്ലെന്നോ? അതുകൊണ്ടാണോ ഹിന്ദിക്കാരിയായ ഒരു നടിയെയും മലയാളിയായ ഒരു നടിയെയും ഡയറക്ടർ തേടിപ്പിടിച്ച് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും. സിനിമയിൽ 3 നടിമാരാണുള്ളത്. 3 പേരുടെ റോളും നന്നായി ചെയ്തിട്ടുണ്ട്. 3 പേരും വളരെ ഫെയർ സ്കിൻ ആയിട്ടുള്ള ആക്ടേഴ്സാണ്. നായകൻ ഒരു നോർമൽ മിക്സഡ് കളറും. എന്തുകൊണ്ടാണ് അവനിവിടെ ഒരു നായികയെ പോലും ഡാർക്ക് സ്കിനുള്ള ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല? തമിഴ്നാട്ടിൽ എത്ര ആൾക്കാരുടെ ഇടയിൽ നിന്നും ബ്രൗൺ ഡാർക്ക് സ്കിൻ കളറായ ഒരാളെ സെലക്ട് ചെയ്യാൻ തോന്നാത്തത് അറിയാതെ പറ്റിയതായി എനിക്ക് തോന്നുന്നില്ല. പിന്നെ സിനിമയിൽ നടിമാരെ കാണിച്ച രീതി തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് തമിഴ് ഇൻഡസ്ട്രി ഒന്ന് മൊത്തത്തിലെടുത്ത് പരിശോധിക്കാം. ഒരു റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ബഹളക്കാരിയായ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട സൈലൻ്റായ, അല്ലെങ്കിൽ നടിയുടെ കൂടെ ബെസ്റ്റ് ഫ്രണ്ടായ റോളൊക്കെ ചെയ്യുന്നത് ഡാർക്ക് സ്കിൻ നടിമാരായിരിക്കും. മറിച്ച് മോഡേണായ അർബൻ ഏരിയയിൽ താമസിക്കുന്ന ഒരു കുട്ടിയുടെ റോളാണെങ്കിൽ അവർ വൈറ്റ് സ്കിൻ ഹീറോയിനിലേക്ക് പോകുന്നു. കുറേ കാലങ്ങളായി ഇത് തുടരുന്നു, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമല്ലേ? സിനിമ എന്നാൽ ഒരു കണ്ണാടി പോലെ ആയിരിക്കണം, നമുക്ക് നമ്മളെ തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റണം. എന്നാൽ ഇവിടെയോ സ്കിൻ ടോൺ അനുസരിച്ച് ഇവിടെ ക്യാരക്ടർ തന്നെ തീരുമാനിക്കുന്നത്. എന്തുകൊണ്ട്? എത്രയോ ആക്ടേഴ്സ് ഉണ്ട് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. സ്കിൻ ടോൺ കാരണം എത്ര പേരെയാണ് മാറ്റി നിർത്തപ്പെടുന്നത്? അഭിനയം ആൻഡ് കളർ ടോൺ ആണോ ഇവിടെ സിനിമയുടെ മാനദണ്ഡം? അതായത് നിറം കുറഞ്ഞവർ ഗ്ലാമറസ് അല്ല എന്ന ഒരു തോട്ട് ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ഇൻഡസ്ട്രികളിൽ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബ്യൂട്ടി എന്നാൽ അത് നിറമല്ലെന്ന് എപ്പോഴാണ് സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക? എപ്പോഴാണ് ഇൻഡസ്ട്രി ഇത് തിരുത്തുക? തമിഴ് ഇൻഡസ്ട്രി എടുത്തു നോക്കിയാൽ എപ്പോഴും ആക്ടേഴ്സിന്റെ കാര്യത്തിൽ ഇങ്ങനത്തെ ഫിൽട്രേഷൻ കണ്ടിട്ടില്ല. രജനീകാന്ത് മുതൽ വിജയ് സേതുപതി വരെ നമുക്ക് എടുത്തു നോക്കിയാൽ ഇത് മനസ്സിലാവും. പക്ഷേ ഹീറോയിന്റെ കാര്യം വരുമ്പോഴോ അവർക്ക് വൈറ്റ് സ്കിൻ നിർബന്ധമാണ്. ഈ അടുത്ത് ധ്രുവ് വിക്രം അഭിനയിച്ച ബൈസൺ സിനിമ ഇറങ്ങിയപ്പോൾ കുറേ വിമർശനങ്ങൾക്കിടയാക്കി. തമിഴ്നാട്ടിലെ കാസ്റ്റ് ഇഷ്യൂനെതിരെ എപ്പോഴും പ്രതികരിച്ച് സിനിമ എടുത്തിരുന്ന മാരി സെൽവരാജ് പോലും ഈ സിനിമയിൽ ഫെയർ കളറായിട്ടുള്ള ആക്ട്രസിനെയാണ് കാസ്റ്റ് ചെയ്തത്. പിന്നെ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മേക്കപ്പ് ചെയ്ത് സ്കിൻ ടോൺ മാറ്റുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്തുകൊണ്ട് അവർക്ക് നാച്ചുറലി ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ സെലക്ട് ചെയ്യാൻ പറ്റിയില്ല? അതിന് കുറേ വിമർശനങ്ങൾ മാരി സെൽവരാജിന് കേൾക്കേണ്ടി വന്നു. ഒരു ഹാപ്പി ആയിട്ടുള്ള അർബൻ ഏരിയയിൽ താമസിക്കുന്ന ഒരു പ്രണയ സിനിമയോ കോമഡി സിനിമയിലോ ഈ കളർ ടോണിലുള്ള ഒരു നടിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കോളേജ് സ്റ്റോറി, ലവ് സ്റ്റോറി, ഫാമിലി സ്റ്റോറി, അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് മൂവി, ഇങ്ങനെ ഏത് പടം എടുത്താലും 90% ഡയറക്ടേഴ്സും ഫെയർ സ്കിന്നിൻ്റെ പുറകെ പോകുന്നു. നേരെ മറിച്ച് കാസ്റ്റ് ഇഷ്യൂ മൂവി ഭയങ്കര കഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ അവർ ബ്ലാക്ക് സ്കിൻ സെലക്ട് ചെയ്യുന്നു. എന്തിനാണ് ഈ വിവേചനം? ബോളിവുഡ് ഇൻഡസ്ട്രിയിലും കാഴ്ച മറ്റൊന്നുമല്ല. എന്തിന് ഇന്ത്യയിൽ ഏത് ഇൻഡസ്ട്രി എടുത്താലും സെയിം അവസ്ഥയാണ്, എക്സെപ്റ്റ് മലയാളം ഇൻഡസ്ട്രി. ഫെയർ എന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നും ഡാർക്ക് എന്നാൽ കോമഡി സൈഡ് റോൾ ആണെന്നും അവർ പറഞ്ഞു വെക്കുന്നു. യൂത്തിലെ സൈഡ് റോൾ ചെയ്തത് എടുത്തു നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും. ഇത് സ്ലോലി സൊസൈറ്റിയിലും ഇൻഫ്ലുവൻസ് ആവപ്പെടുന്നുണ്ട്. ഇനി നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് ഒന്ന് നോക്കിയാലോ? ഇവിടെ ഒരു വലിയ മാറ്റം തന്നെ നമുക്ക് കാണാം. മലയാളം ഇൻഡസ്ട്രി ലോകത്തിന് തന്നെ നല്ല മാതൃകയാണ്. നിമിഷ സജയൻ, കനി കുസൃതി, ലിജോ മോൾ, രജിഷ വിജയൻ തുടങ്ങി ഒട്ടനവധി നായികമാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള ഇൻഡസ്ട്രിയുടെ ഭാഗങ്ങളായിക്കൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ കളർ നോക്കി ക്യാരക്ടേഴ്സ് ഡിവൈഡ് ചെയ്യുന്നില്ല, അഭിനയത്തിനാണ് പ്രാധാന്യം. പക്ഷേ വേറെ ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ നടക്കുന്നത്.
പൂർണ്ണമായും മലയാള ഇൻഡസ്ട്രി മാറി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വിസിബിൾ ആയ ഒരു മാറ്റം നമുക്കുണ്ട്. അതിൽ നമുക്ക് അഭിമാനിക്കാം. യൂത്ത് സിനിമയിൽ ആളുകളുടെ ഇടയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ, ആഘോഷിക്കപ്പെടുമ്പോൾ എത്ര പേര് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും? എത്ര പേർക്ക് ഇത് മനോവിഷമം ഉണ്ടായിട്ടുണ്ടാവും? പലരും ചോദിക്കും സിനിമയായി കണ്ടൂടെ എന്ന്. പക്ഷെ അവരോടൊക്കെ എനിക്ക് ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. എന്തുകൊണ്ടാണ് യൂത്ത് സിനിമയിൽ ഒരു ഡാർക്ക് കളറുള്ള ലേഡിയെ സെലക്ട് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അവർ മലയാളത്തിലേക്കും ഹിന്ദിയിലേക്കും നടിമാരെ തേടിപ്പോയത്? കോളിവുഡിൽ എന്താ നടിമാറില്ലേ? ഇത്രയും അപ്ഡേറ്റഡ് ആയ ഒരു കാലഘട്ടത്തിൽ വെറും 24 വയസ്സുള്ള കെൻ പോലുള്ള ഒരാൾ ഇത് എടുത്തു വെച്ചത് എന്ന് മറ്റൊരു അത്ഭുതം. ഈ സിനിമ കണ്ടപ്പോൾ ഇതൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. എനിക്ക് തോന്നിയ എൻ്റെ പേഴ്സണൽ തോട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർ ഉണ്ടാവും, സിനിമയെ കാണാൻ പറയുന്നവരും ഉണ്ടാവും. പക്ഷെ ഒരു സിനിമ സമൂഹത്തിന്റെ പ്രതിച്ഛയാണെന്നാണല്ലോ പറയുക. സോ ഇതൊക്കെ ആൾക്കാരിൽ, കുട്ടികളിൽ പല ചിന്തകളും ഉണ്ടാക്കും. ഈ കാഴ്ചപ്പാട് മാറണം. അഭിനയം അനുസരിച്ച് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യണം. ഇതിലൊക്കെ മാറ്റം വരണം. എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി നിർത്താനാവില്ല. സൊസൈറ്റിയിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സിനിമകൾക്ക് സാധിക്കും. ഫെയർ സ്കിൻ മാത്രം ഗ്ലോറിഫൈ ചെയ്യപ്പെടുമ്പോൾ ഐഡിയൽ ബ്യൂട്ടിയായി അത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഡാർക്ക് സ്കിൻ ആൾക്കാർക്ക് ഇതിൽ ഭയങ്കര മനോവിഷമം ഉണ്ടാക്കപ്പെടും. പ്രതികരണം ഉണ്ടാവണം. ഇതൊക്കെ മാറും, അല്ല മാറ്റിക്കും. ലെറ്റ് റേസ് ദ വോയിസ്. ഈ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദ വീഡിയോ, ഷെയർ ടു മാക്സിമം പീപ്പിൾ. എല്ലാവരും ഇത് സംസാരിക്കട്ടെ. ചേഞ്ച് നമ്മളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ആവട്ടെ. സൈനിങ് ഓഫ് ഹേസന.